ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് തമിഴകം. ഇന്ന് രാവിലെ 9:45 ബസന്ത് നഗർ വൈദ്യുത ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സിനിമ സാംസ്കാരിക രംഗത്ത് നിരവധി വിഖ്യാത വ്യക്തികൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, പറയൂ, നമുക്കും ഏറ്റവും പ്രിയങ്കരനായ ആളായിരുന്നു ഈ ഭാഗ്യരാജ്. തീർച്ചയായും അല്പസമയത്തിനകം ഇവിടെ നിന്നും മൃതദേഹം ബസന്ത് നഗറിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ, അതായത് അവസാനത്തെ ആചാരപരമായ ചടങ്ങുകൾ നടക്കുകയാണ്. അതിനുശേഷം ഔദ്യോഗിക ബഹുമതികൾ അത് ഇവിടെ നിന്ന് തന്നെ, വീട്ടിന് മുമ്പിൽ തന്നെ നടക്കും. അതിനുശേഷമാണ് ഇവിടെ നിന്നും ബസന്ത് നഗറിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. അല്പസമയത്തിന് 8:45 നമ്മളോട് പറഞ്ഞിരുന്ന സമയം. പക്ഷേ അത് വൈകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ ചടങ്ങുകൾ നടക്കുന്നതേ ഉള്ളൂ. അവിടെ ഔദ്യോഗിക ബഹുമതിക്കുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും, അത് ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷമായിരിക്കും ഇവിടെ നിന്നും മൃതദേഹം ബസന്ത് നഗറിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും ഇന്നലെ മുതൽ തന്നെ, ഇന്നലെ രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. നടക്കുന്നതിനിടെ പ്രഭാത സവാരിക്കിടെയാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. വളരെ പെട്ടെന്നുണ്ടായ ഒരു അപ്രതീക്ഷിത മരണത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് തമിഴ് സിനിമാ ലോകം മുഴുവനായിട്ടും. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്നലെ മമ്മൂട്ടി, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ എത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക ബഹുമതികളോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 9:45 ബസന്ത് നഗറിലെ വൈദ്യുത ശ്മശാനത്തിലാണ് നടക്കുക. ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ നിരവധി പേർ ഇന്നും അദ്ദേഹത്തെ കാണാനായി എത്തിയിട്ടുണ്ട്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഇന്നാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ മുതൽ തന്നെ വലിയ തോതിലുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. 8 മണി വരെയാണ് അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത്. എന്തായാലും അതിപ്പോൾ അവസാനിച്ചു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ, ആചാരപരമായ ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. അതിനുശേഷമാണ് ഇനിയിപ്പോൾ അല്പസമയത്തിന് ശേഷം ഇവിടെ നിന്നും ബസന്ത് നഗറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. കാരണം ഏകദേശം 5 പതിറ്റാണ്ട് നീണ്ട ഒരു സിനിമ പാരമ്പര്യം, അല്ലെങ്കിൽ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി അതിനുശേഷം സംവിധായകൻ, അതുപോലെ നടനൊക്കെ പറയുമ്പോഴും ഏറ്റവും അധികം തമാശ കലർത്തിയുള്ള കാര്യങ്ങൾ, അത് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പോലും തമാശ രൂപത്തിൽ അത്തരത്തിൽ ഫലിപ്പിക്കാൻ, അത്തരത്തിൽ എഴുതിയാണെങ്കിലും സംവിധാനം ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അഭിനയിച്ചിട്ടാണെങ്കിലും ഒക്കെ ഫലിപ്പിച്ചിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, 25ഓളം സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ് സിനിമകളുമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ചെന്നൈ വിവരങ്ങളുമായി ചേർന്നത്. ഇന്നലെ അന്തരിച്ച ഭാഗ്യരാജിന് തമിഴകം ഇന്ന് വിട നൽകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.